ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു പ്രിയ പാഷൻ ആൻഡ് റിലാക്സേഷൻ. ഓണം അടുത്ത് വന്നിരിക്കുകയാണല്ലോ, അപ്പോൾ നമുക്കൊരു പായസം ഉണ്ടാക്കി നോക്കാം. പണ്ടത്തെ ഒരു പായസമാണ്, തുവര വെച്ചിട്ടുള്ള പായസം. പ്രഥമനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കറുത്ത തുവര നോക്കിയിട്ട് വേണം എടുക്കാൻ, എന്നാലാണ് ആ ഒരു കളറൊക്കെ ഒരു ഇതായിട്ട് കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. ഇതാണ് കറുത്ത തുവര. എല്ലാവർക്കും അറിയുമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി കാണിക്കുന്നതാണ്. ഇത് നമുക്ക് നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്, പക്ഷെ ബാംഗ്ലൂരൊക്കെ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ബാംഗ്ലൂരേക്കൊക്കെ പോകുമ്പോൾ ഇത് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് പോകാറാണ്. നമുക്കിത് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കണം. അത് ഒന്ന് ചൂടായി വരുമ്പോൾ നല്ല ഷൈനിങ് ആയിട്ട് കാണും. ആ കറുപ്പ് കളർ ഒന്നുകൂടി, ബ്രൗൺ കളർ ഒന്നുകൂടി ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന പോലെ നമുക്ക് കാണും. പിന്നെ ചെറുതായിട്ട് അതിങ്ങനെ പൊട്ടി തുടങ്ങും. അങ്ങനെ പൊട്ടി തുടങ്ങുന്ന സമയത്താണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇത് നമുക്ക് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. നന്നായി വാഷ് ചെയ്തിട്ട് ഏത് വെള്ളത്തിലാണോ നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ കളറൊന്നും പോവാതെ അതുപോലെ റീറ്റെയിൻ ആയിട്ട് കിട്ടും. ഇതുപോലെ വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് 1-2 തവണ നന്നായി വാഷ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്യുന്ന വെള്ളത്തിലേക്ക് ഇത് ഇട്ട് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് അരിയാണ്. ഞാനിവിടെ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നല്ല കുത്തിരിയൊക്കെ ഉള്ളവർക്ക് അതെടുക്കാം. 1 കപ്പ് തുവര എടുക്കുമ്പോൾ 1/4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി ഇനി നമുക്ക് കുക്ക് ചെയ്യാം. ഇത് അപ്പോഴേക്ക് തുവര ഏകദേശം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. കുതിർന്ന തുവരയും അരിയും കൂടെ 1 സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. നന്നായി വേവുന്ന ഒരു 5-8 വിസിലൊക്കെ അടുപ്പിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ ഞാനിത് 1 ഗ്രാമ്പു പൊട്ടി ചെറിയ പീസാക്കിയിട്ട് 1 ഗ്രാമ്പു കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കശുവണ്ടി, തേങ്ങാക്കൊത്ത്, ഉണക്കമുന്തിരി, ഏലക്ക ഇവയൊക്കെ വേണം. അതിൻ്റെ പിന്നാലെ നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് വെള്ളം എടുത്ത് വെള്ളം നമുക്ക് പാവ് കാച്ചിയെടുക്കണം. പാവ് കാച്ചിയ വെള്ളം ഈ വെന്ത തുവര അരി കോമ്പിനേഷനിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി വേവിച്ചെടുക്കുക. ആദ്യം തന്നെ വെള്ളപ്പാവ് തുവരയിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ചില വെള്ളത്തിൽ കുറേ അഴുക്കുണ്ടാവും, അതുകൊണ്ട് വെള്ളം എപ്പോഴും പാവ് കാച്ചിട്ട് ഒഴിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. തുവരയും വെല്ലവും ഒരു 5 മിനിറ്റോളം വെന്തതിന് ശേഷം നമുക്ക് 2ാം പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ എടുത്ത് വെക്കുക. അത് 2ാം പാൽ ആദ്യം ഒഴിച്ച് അതിൽ ഇരുന്നിട്ട് കുറച്ച് സമയം കൂടെ ഇത് വെന്ത് ഒന്ന് കുറുകി വരണം. കുറുകി വന്ന് പാകമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിൻ്റെ പിന്നാലെ നമുക്ക് 1ാം പാൽ ആഡ് ചെയ്യാം. 1ാം പാൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് തിളപ്പിക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 1ാം പാൽ ഇത് ആഡ് ചെയ്യാണ്. ആദ്യമുള്ള നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ, വെള്ളമൊന്നും ചേർക്കാത്തുള്ള തേങ്ങാപ്പാലിനാണ് 1ാം പാൽ എന്ന് പറയുന്നത്. അതും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നെയ്യിൽ വറുത്ത് കോരി ഇതിലേക്ക് ഇടേണ്ടതാണ്. ഓരോന്നായിട്ടിടാം. ഓരോന്നിൻ്റെ വേവ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ആദ്യം തേങ്ങാക്കൊത്ത് എടുത്തിടാം. തേങ്ങാക്കൊത്ത് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നവരെ എടുത്ത് ആക്കിയിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ പിന്നാലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അങ്ങനെ ഓരോന്നായിട്ട് വറുത്ത് കോരി ഇതിലേക്ക് ആഡ് ചെയ്യാം.
ഓരോന്നിൻ്റെയും വേവ് നല്ലോണം നോക്കിയിട്ട് വേണം. അണ്ടിപ്പരിപ്പ് ഒരു ചെറിയ ഗോൾഡൻ കളറാവുന്നവരെ മാത്രമേ നമ്മൾ ചൂടാക്കി എടുക്കേണ്ടതുള്ളൂ. അതുപോലെ മുന്തിരിയും ശ്രദ്ധിച്ചിട്ട് ഓരോന്നായിട്ട് അതിൻ്റെ പാകത്തിന് നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പുമാണ്. പിന്നെ ഒരു 1/4 സ്പൂൺ നമ്മുടെ ചുക്കുപൊടി. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫൈനൽ ടച്ചായിട്ട് ആഡ് ചെയ്യേണ്ടത്. പായസം ഇതാ ഫുള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് എടുക്കാം. ഇതാ തുവര പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.